നമസ്കാരം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ മഴ മുന്നറിയിപ്പില്ലാതിരുന്ന തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയും വിവിധ മേഖലകളിലെ പ്രളയ സാഹചര്യം കണക്കിലെടുത്ത് പത്തനംതിട്ട ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിലും അവധിയാണ്. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി തുടരുന്നുണ്ടെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ശക്തി കൂടിയ ന്യൂനമർദ്ദം തെക്കിഴക്കൻ രാജസ്ഥാന് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അടുത്ത 24 മണിക്കൂറിനിടെ തെക്കൻ രാജസ്ഥാൻ പ്രദേശങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ 5 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മണിക്കൂറിൽ 40 മുതൽ 50 വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ അതിതീവ്ര മഴയിൽ സംസ്ഥാനത്ത് 8 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 8 പേരെ കാണാതാവുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കനത്ത മഴയിൽ 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകട സാധ്യതാ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4:30 കവചം സംവിധാനത്തിലൂടെ സൈറണുകൾ മുഴങ്ങി. നിലവിൽ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന 209 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ടയിലാണ്. 66 ക്യാമ്പുകളിലായി 1669 പേരാണ് കഴിയുന്നത്. കോട്ടയം ജില്ലയിൽ 35 ക്യാമ്പുകളിലായി 824 പേരുമുണ്ട്. അതേസമയം വലിയ നാശം വിതച്ച കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ രാത്രി മുതൽ മഴ മാറി നിൽക്കുന്നത് വലിയ ആശ്വാസമാകുന്നുണ്ട്. എന്നാൽ പത്തനംതിട്ടയിലെ റാന്നിയിലും ആറന്മുളയിലും ചിലയിടങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങിയിട്ടില്ല. പാലായിൽ വെള്ളം ഇറങ്ങിയെങ്കിലും മീനച്ചിലാറ്റിലെ വെള്ളം താഴ്ന്ന പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തിയതോടെ അവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി. പമ്പാ നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ ആറന്മുളയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. കുട്ടനാട് അടക്കമുള്ള ആലപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴയോടൊപ്പം കിഴക്കൻ വെള്ളത്തിന്റെ വരവും ആശങ്കയുയർത്തുന്നുണ്ട്. വലിയ തോതിൽ കടലാക്രമണമുള്ള അമ്പലപ്പുഴ, തൃക്കുന്നപ്പുഴ മേഖലകളിൽ പമ്പയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഹൗസ് ബോട്ട് ഉൾപ്പെടെയുള്ള സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ ഉൾപ്പെടെയുള്ളവയുടെ ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും ഏതാവശ്യത്തിനും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെടാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും അടിയന്തര സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാറും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരനും അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുണ്ട്.